2026 ആദ്യ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അല്പം കനത്തിലുള്ള ഒരു ലാപ്ടോപ്പാണ്. MSI Vector 18 അവരുടെ ഒരു ടോപ്പ് എൻഡ് ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും എല്ലാം വാങ്ങാൻ നിൽക്കുന്നവർക്ക് 2026 എന്ന് പറയുന്നത് വളരെ നിരാശ വരുന്ന ഒരു വർഷമാണ്. കാരണം നിങ്ങൾക്കറിയാം, റാമിൻ്റെ പ്രൈസ്, SSDയുടെ പ്രൈസ് എല്ലാം കൂടുതലാണ്. എങ്കിലും ഈ ഒരു ലാപ്ടോപ്പിൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ വില ഒരു 2,64,000 രൂപയോളം വരും. പക്ഷേ എന്നിരുന്നാലും നഷ്ടമില്ല. പെർഫോമൻസ് വൈസ് ആയാലും സ്പെസിഫിക്കേഷൻ വൈസ് ആയാലും വളരെ കിടിലം ഒരു ലാപ്ടോപ്പ് തന്നെയാണ്. 3.5 കിലോ വെയിറ്റ് ഉണ്ട് ഈ ലാപ്ടോപ്പിന്. കാണുന്ന പോലെ ഒന്നുമല്ല, അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. 18 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. എനിക്ക് ഒറ്റ കയ്യിലൊക്കെ എടുത്തോണ്ട് നിൽക്കാൻ കുറച്ച് പാടുണ്ട്. ലാപ്ടോപ്പിന്റെ സ്പെസിഫിക്കേഷൻ ഞാൻ ഫുള്ളായിട്ടൊന്ന് പറയാം. പ്രോസസ്സർ വരുന്നത് Ryzen 9 9955HX, 16 കോറുകളും 32 ത്രെഡുകളും വരുന്ന ഫയർ റേഞ്ച് സീരീസിൽ വരുന്ന Zen 5 പ്രോസസ്സറാണിത്. 45 to 75 watts TDP വരെ നമുക്ക് കോൺഫിഗർ ചെയ്യാനായിട്ടും പറ്റും. 80 MB ആണ് ടോട്ടൽ L2 പ്ലസ് L3 ക്യാഷ് വരുന്നത്. ഇതിനകത്ത് NPU എന്ന് പറഞ്ഞൊരു കാര്യമില്ല. കാരണം NPU നമുക്ക് നോർമലി ഒരു യൂസറിന് ഇപ്പോൾ ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. പ്രോസസറിന്റെ പെർഫോമൻസ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് Ultra 7 275HX ആണ്. സിംഗിൾ ത്രെഡ് ആൻഡ് മൾട്ടി ത്രെഡ് ഓൾമോസ്റ്റ് സിമിലർ സ്കോർ തന്നെ വരും. എങ്കിലും റെസ്പോൺസീവ്നെസ് വൈസ് ഒന്നുകൂടെ ബെറ്റർ ആണ് Zen 5 പ്രോസസർ. 32 GB റാം ആണ് സിസ്റ്റത്തിന് വരുന്നത്. 16 GBയുടെ 2 സ്റ്റിക്ക് 5600 MHz ആണ്. അത് നിങ്ങൾക്ക് 96 GB വരെ എക്സ്പാൻഡ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ എക്സ്പാൻഷനെ കുറിച്ച് ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. 32 GB എന്ന് പറയുന്നത് വളരെ പ്രൈസി ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. സ്റ്റോറേജ് വരുന്നത് 2 TB SSD ആണ്. ഫൈസന്റെ SSD ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ 2 സ്റ്റോറേജ് സ്ലോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. Gen 5 SSD ഒരു സ്ലോട്ടിൽ കോമ്പാറ്റബിൾ ആണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് SSDയുടെ കൂളിങ്ങിനായിട്ട് വലിയൊരു ഹീറ്റ് സിങ്ക് പ്ലസ് ഒരു അഡീഷണൽ പൈപ്പും ഈ കൂളിംഗ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഗ്രാഫിക് കാർഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 12 GB VRAM വരുന്ന RTX 5070 Ti ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 140 watts ആണ് ഗ്രാഫിക് കാർഡിന്റെ TGP വരുന്നത്. അതേപോലെ തന്നെ CPU GPU കമ്പൈൻഡ് പവർ 225 watts വരെ സസ്റ്റൈൻഡ് ആയിട്ട് എടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇതിന്റെ അഡാപ്റ്ററും കൂളിംഗ് സിസ്റ്റവും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലാപ്ടോപ്പിന്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ് നമുക്കൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞു, ഒരു 18 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. 16:10 ആണ് ആസ്പെക്ട് റേഷ്യോ വരുന്നത്. 240 Hz ആണ് റിഫ്രഷ് റേറ്റ്. IPS ആണ് ഡിസ്പ്ലേ വരുന്നത്. DCI-P3 കളർ ഗ്യാമറ്റ് ഉണ്ട്. 86% Adobe RGB നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. അതേപോലെ തന്നെ കീബോർഡ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള കീസാണ് വരുന്നത്. റൈഡറിൻ്റെ ടൈപ്പ് ഒരു കീബോർഡാണ് വരുന്നത്. അതിൽ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള WASD കീസ് എല്ലാം വരുന്നുണ്ട്. റൈഡറിൻ്റെ തന്നെ അതേ വലിപ്പത്തിലുള്ള ഒരു ടച്ച് പാഡ്, അതൊരു സിൽക്കി സ്മൂത്ത് ടച്ച് പാഡാണ്. യൂസ് ചെയ്യാൻ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടച്ച് പാഡാണ്. കുറച്ച് ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആണ് എന്ന് എനിക്ക് പറയേണ്ടി വരും. സോ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടച്ച് പാഡും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, പാംറസ്റ്റ് ഏരിയയൊക്കെ വളരെ വിശാലമാണ്. വളരെ ഈസി ആയിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലാണ്. എനിക്ക് ഒറ്റ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിന് മാത്രം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. മറ്റ് ലാപ്ടോപ്പുകൾ ഞാൻ കയ്യിലിട്ട് അമ്മാനം ആടുന്നത് പോലെ ഇതിനെ എനിക്ക് അത്ര ഫ്ലെക്സിബിളായിട്ട് കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. കാരണം വെയിറ്റ് ഒരു 3.5 കിലോ ഉണ്ട്. ഇനി സ്പീക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 സ്പീക്കേഴ്സാണ് വരുന്നത്. സൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു എക്സ്റ്റേണൽ സ്പീക്കറിൻ്റെ ആവശ്യമേ വരത്തില്ല. കിടിലൻ സൗണ്ടാണ്. 2 അപ്പ് ഫയറിങ് 2 ഡൗൺ ഫയറിങ് സ്പീക്കേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. ഇനി ബാക്കിലെ ലുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോഗോ കുറച്ചുകൂടെ ക്രോസ് എയർ പോലെ കുറച്ചുകൂടെ നല്ല ഡിസൈനുള്ള ലോഗോ ഒക്കെ വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇല്ല, ഒരു സിൽവർ ഫിനിഷ് വരുന്ന ഒരു ലോഗോയാണ്. ബാക്ക് ബോഡി ഒരു മെറ്റൽ ഫീൽ വരുന്നുണ്ട്. വളരെ റിജിഡായിട്ടുള്ള ബോഡിയാണ് കേട്ടോ. നമുക്ക് ഈ കട്ടാന സീരീസ്, തിൻ സീരീസ് ഒക്കെ പോലെ അതിനേക്കാളും ഒക്കെ കുറച്ചുകൂടെ പ്രീമിയം ലുക്കും ഫിനിഷും തോന്നുന്ന ഒരു ബോഡിയാണ്. വളരെ സ്റ്റഡി ആയിട്ടുള്ള ഒരു ബോഡിയാണ്. ബോഡി ഫ്ലെക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ജെർക്കിങ് സൗണ്ടുകളോ ഒന്നുമില്ല. ഹിഞ്ച് ഓപ്പണിങ് നമുക്ക് ഏകദേശം ഒരു 120 ഡിഗ്രീസിന് മുകളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ബാക്കിലെ പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചാർജറിൻ്റെ സ്ലോട്ട് കാണാം. ഒരു HDMI പോർട്ട്, പിന്നെ ഒരു Gigabit Ethernet പോർട്ട്. ബാക്കിൽ ഇത്രയും പോർട്ടുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു Type A USB കാണാം. 2 Type C USB 4 പോർട്ടുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. 40 GB/s എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടും PD ചാർജിങ് കേപ്പബിൾ ആണ്. 140 watts ഉള്ള MSIയുടെ PD ചാർജർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ 4 എക്സോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ 2 എണ്ണം, ലെഫ്റ്റ് സൈഡിൽ 2 എണ്ണം. ഇൻടേക്ക് അടിവശം മൊത്തം ഇൻടേക്കാണ്. 2 ഇൻടേക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിലെ പോർട്ടുകൾ നോക്കുവാണെങ്കിൽ അവിടെ 2 Type A USB ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഫുൾ സൈസ് കാർഡ് സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. സോ കണക്ടിവിറ്റി വൈസ് റൈഡറുമായിട്ട് വ്യത്യാസമുണ്ടെന്ന് ചോദിച്ചാൽ റൈഡറിൽ 3 Type C USB പോർട്ടുണ്ട്. ഇതിനകത്ത് 2 എണ്ണമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ കട്ട് ഡൗൺ വന്നിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയുടെ പോർഷനിൽ NVIDIA G-Sync.
ഇതാണ് ഈ ലാപ്ടോപ്പിൻ്റെ അഡാപ്റ്റർ. ഒരു പവർ കോഡും കൂടെ വരുന്നുണ്ട്. നമ്മുടെ നോർമൽ ഡെസ്ക്ടോപ്പിൻ്റെ ടൈപ്പ്. 400 വാട്ട്സ് ആണ് അഡാപ്റ്റർ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഒരു കിലോ അടുപ്പിച്ച് ഈ അഡാപ്റ്ററിനും വെയിറ്റ് ഉണ്ട്. പീക്ക് അഡാപ്റ്റർ വാട്ട്സ് ഇതിൽ നിന്ന് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 297 298 വാട്ട്സ് മാത്രമേ ലാപ്ടോപ്പ് യൂസ് ചെയ്യത്തുള്ളൂ. എങ്കിലും എന്തെങ്കിലും മേജർ പവർ സ്പൈക്കുകൾ വന്നാൽ 400 വാട്ട്സ് വരെയുള്ള പവർ ആ ലാപ്ടോപ്പിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അത് വളരെ നല്ലൊരു കാര്യമാണ്. 5070 Tiയും 5080യും വരുന്ന ലാപ്ടോപ്പിന് ഒരേ പവർ അഡാപ്റ്റർ. MSI അക്കാര്യത്തിൽ യാതൊരു ദാരിദ്ര്യവും കാണിച്ചിട്ടില്ല. അഡാപ്റ്റർ 400 വാട്ട്സ് നല്ല കിടിലം ഒരു ബൾക്കി അഡാപ്റ്റർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇനി പറയുന്നത് MSI സെൻറ്ററിനെ കുറിച്ചാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. MSIയുടെ പ്രീവിയസ് ലാപ്ടോപ്പ് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വളരെ മിനിമലാണ്. തലപോകുന്ന സെറ്റിങ്സ് ഒന്നുമില്ല. ലെനോവോ ലീജിയനെ പോലെ പവർ അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ മിനിമൽ സെറ്റിങ്സ് ആണ്. ഇനി ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇട്ട് വെച്ചിരിക്കുന്നത് ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് മോഡാണ്. എക്സ്ട്രീം പെർഫോമൻസിലിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. NVIDIA ഗ്രാഫിക്സ് ഡ്രൈവർ ഇതിനകത്ത് അപ്ഡേറ്റഡ് ആണ്. ബയോസ് അപ്ഡേറ്റഡ് ആണ്. സോ എവറിത്തിങ് അപ്ഡേറ്റഡ് ആണ്. സ്റ്റേബിൾ ആണോ എന്നുള്ള നമ്മൾ ചെക്ക് ചെയ്യണം. ഗെയിമിങ് അതേപോലെ തന്നെ എഡിറ്റിംഗ്, റെൻഡറിങ് 3 ക്രൈറ്റീരിയ നമ്മൾ ചെക്ക് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ റിസൾട്ട് പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ടെസ്റ്റ് നമ്മളെപ്പോഴും പാസ് മാർക്കിലാണ് തുടങ്ങുന്നത്. ഐശ്വര്യമായിട്ട് പാസ് മാർക്കിൽ തന്നെ തുടങ്ങിക്കളയാം. ഇത് ടെസ്റ്റ് കംപ്ലീറ്റ് ആവാനായിട്ട് എന്തായാലും കുറച്ച് ടൈം എടുക്കും. ഹാർഡ്വെയർ ഇൻഫോ ടൂൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എന്ന നിലയ്ക്ക് MSI സെൻറ്ററും ഇതിനകത്ത് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ CPU, GPU, ഡിസ്ക് സ്കോർ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ഇവാലുവേറ്റ് ചെയ്ത് പറയാം. പാസ് മാർക്ക് സ്കോർ ഇവാലുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് CPUവിന് കിട്ടിയിരിക്കുന്നത് 62596 സെഗ്മെൻറ്റിലെ ഒരു മികച്ച സ്കോർ തന്നെയാണ്. 2D സ്കോറും നമുക്ക് 1500 മുകളിൽ കിട്ടിയിട്ടുണ്ട്. 2D സ്കോറൊക്കെ വളരെ റെയറായിട്ടാണ് നമ്മളൊരു 1300 മുകളിലൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ 3D ഗ്രാഫിക്സ് സ്കോർ 28297. അത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് ഈ ഒരു ലാപ്ടോപ്പിൽ എന്താണ് ഇത്രയും വലിയൊരു സ്കോർ കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. പിന്നെ ഡിസ്കിൻ്റെ സ്കോറും 53,000 എബോവ് ഉണ്ട്. ടോട്ടൽ നമുക്ക് 14,792 ആണ് ഒരു പാസ് മാർക്ക് സ്കോർ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ CPUവിൻ്റെ സ്കോർ സിംഗിൾ ത്രെഡ് സ്കോർ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 4586 ആണ്. അത് 275HXൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു സിംഗിൾ ത്രെഡഡ് സ്കോറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മൾട്ടി ത്രെഡാണ് 62596. ഇതിൻ്റെ നോർമലി ഉള്ള സ്കോർ എന്ന് പറയുന്നത് ആവറേജ് 55741 മാത്രമേ വരാറുള്ളൂ. സിംഗിൾ ത്രെഡ് 4373. ഒരു 400 വാട്ട്സ് അഡാപ്റ്റർ, ഒരു മികച്ച തെർമൽസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ലാപ്ടോപ്പിന് സസ്റ്റൈൻഡ് ആയിട്ട് ഇത്രയും ഒരു ബെഞ്ച് മാർക്ക് സ്കോർ കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് GPUവിൻ്റെ കേസും. നമുക്ക് കിട്ടിയിരിക്കുന്നത് 28300 ആണ്. 22919 മാത്രമേ ഉള്ളൂ ആവറേജ് സ്കോർ. ഇതിൻ്റെ പീക്ക് സ്കോർ കിട്ടിയിരിക്കുന്നത് 30,000 എബോവ് ആണ്. അത് നമുക്ക് ഓവർക്ലോക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. സോ നോർമൽ ഒരു മോഡിൽ തന്നെ മികച്ച പെർഫോമൻസ് ഈ ഒരു ലാപ്ടോപ്പ് ഡെലിവർ ചെയ്യുന്നുണ്ട്. അടുത്ത ടെസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് 3D മാർക്ക് ടൈം സ്പൈ ആണ്. ലേറ്റസ്റ്റ് വെർഷൻ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്ത് സ്കോർ കിട്ടുമെന്നൊന്ന് നമുക്ക് നോക്കാം. ബെഞ്ച് മാർക്ക് 3D മാർക്ക് ടൈം സ്പൈ നമ്മൾ 4K ഒന്നുമല്ല, നോർമൽ ടൈം സ്പൈ ആണ് റൺ ചെയ്യുന്നത്. ടൈം സ്പൈയുടെ സ്കോർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 16,683. ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 16,673 ആണ്. 10 പോയിന്റ് നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് എന്ന് പറയുന്നത് 21,050. ഈ 21,050 ഇതിനകത്തും കിട്ടും. പക്ഷേ നമ്മൾ കുത്തിയിരുന്ന് ട്യൂൺ ചെയ്യണമെന്ന് മാത്രം. നമ്മളിപ്പോൾ ഇതിനകത്ത് വേറെ വലിയ ഹെവി ട്യൂണിങ്ങോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. ജസ്റ്റ് ഇത് എങ്ങനെ വന്നോ അതേപോലെ തന്നെ നമ്മൾ സ്കോർ വാല്യൂറ്റ് ചെയ്യുന്നു. 16,683 എന്ന് പറയുന്നത് തന്നെ ഭീമാകാരമായ ഒരു സ്കോറാണ് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിനെ സംബന്ധിച്ച്. 1080p അൾട്രാ റെസൊല്യൂഷൻ RDR2 നിങ്ങൾക്ക് 185+ FPS കളിക്കാനായിട്ട് പറ്റും. GTA 5 പറയുന്ന നാണക്കേടാണെന്നുണ്ടെങ്കിലും അതും 185 FPS മുകളിൽ കളിക്കാനായിട്ട് പറ്റും. ബാറ്റിൽഫീൽഡ് 5 നിങ്ങൾക്ക് അതും 185 FPS മുകളിൽ 1080p അൾട്രാ സെറ്റിങ്സിൽ പ്ലേയബിൾ ആണ്. സോ നമ്മളിപ്പോൾ ബ്ലാക്ക്മെത്ത് വുക്കോങ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഹീറ്റ് നോക്കാനാണ് ഈ സാധനം കൈ വെച്ചിരിക്കുന്നത്. UHD റെസൊല്യൂഷനിലാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് റൺ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ടെസ്റ്റ് എന്തായാലും ഫിനിഷ് ആവാൻ കുറച്ച് ടൈം എടുക്കും. നമുക്ക് ആ സർഫസ് ടെമ്പറേച്ചേഴ്സും കാര്യങ്ങളും എല്ലാം നോക്കാം. വളരെ ഹീറ്റ് കുറവാണെന്നുണ്ട് കാണാം. എക്സോസ്റ്റ് നല്ല എയർ ഫ്ലോ ഉണ്ട് ഇവിടെയും. അതേപോലെ തന്നെ ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റത്തിന് ഒരു പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. കാരണം ഈ ഒരു ലാപ്ടോപ്പ് വളരെ കൂളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്കിപ്പം ഇവിടെ നിന്ന് തൊട്ടു എന്ന് പറഞ്ഞ് ഹീറ്റൊന്നും അറിയാൻ പറ്റത്തില്ല. ഈ ഒരു പവർഫുൾ കോൺഫിഗറേഷനിൽ ഇത്ര വെൽ മാനേജ്ഡായിട്ട് തെർമൽസ് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. ആ ടെസ്റ്റ് ഫിനിഷ് ആയിരിക്കുകയാണ്. ആവറേജ് നമുക്ക് 78 FPS കിട്ടുന്നുണ്ട്. മാക്സിമം 95 FPS ആണ്. സ്റ്റട്ടറിങ് ഒന്നും തീരെ ഇല്ല. വെരി ഹൈ സെറ്റിങ്സിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്.
സോ നിങ്ങൾക്ക് കാണാം 5.7 GB ആണ് VRAM യൂസേജ് വന്നിരിക്കുന്നത്. വളരെ മികച്ചൊരു സ്കോറല്ലേ, ഒരു 2K റെസൊല്യൂഷനിൽ നമുക്ക് കിട്ടാവുന്ന വളരെ മികച്ചൊരു സ്കോർ ഒരു ലാപ്ടോപ്പിൽ വിത്തൗട്ട് എനി ഓവർ ഹീറ്റിംഗ് വളരെ സ്മൂത്തായിട്ട് നമുക്ക് ആ ഗെയിം കളിക്കാനായിട്ട് പറ്റും. അടുത്ത D5 റെൻഡറിൻ്റെ ബെഞ്ച് മാർക്കാണ് ചെയ്യാൻ പോകുന്നത്. റെൻഡറിങ് എന്ന് പറയുന്നത് ആ റെൻഡറിങ് പർപ്പസിനൊക്കെ ആയിരിക്കും ഒരുവിധ ആൾക്കാരെല്ലാം ഈ ലാപ്ടോപ്പുകളെ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ D5 റെൻഡറിൻ്റെ ബെഞ്ച് മാർക്ക് വളരെ ക്രിട്ടിക്കലാണ്. നമുക്ക് എത്ര ടൈം എടുക്കുന്നു, എത്ര FPS കിട്ടുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. നമുക്ക് ആ ടെസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കുറച്ച് ടൈം എടുക്കും എന്തായാലും ഈ ടെസ്റ്റ് ഫിനിഷ് ആവാനായിട്ട്. സോ ആ ഒരു റെൻഡറിങ് പർപ്പസിൻ്റെ സ്കോർ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. പല ബെഞ്ച് മാർക്കുകളിലും ആൾക്കാർ ഒഴിവാക്കുന്നതാണ് നമ്മൾ കൂടുതലും ടെസ്റ്റ് ചെയ്യാറുള്ളത്. സ്കോർ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ടൈം ടേക്കൺ ജസ്റ്റ് 1 minute and 31 seconds മാത്രമേ ഉള്ളൂ. അത് ഈ 2K ഇമേജ് റെൻഡർ ചെയ്യാൻ എടുത്തത് ജസ്റ്റ് 41 seconds, 1080p വീഡിയോക്ക് ജസ്റ്റ് 50 seconds. FPS 49, ക്ലോസ് ടു 49, 48.97, റഫ്ലി ഈക്വൽസ് 49. ഈ ഒരു ലാപ്ടോപ്പിൽ ഈ ഒരു കോൺഫിഗറേഷനിൽ കിട്ടാവുന്ന ഏറ്റവും കിടിലം ഒരു സ്കോർ തന്നെയാണ്. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അഡോബിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ആഫ്റ്റർ എഫക്ട്സ് ആൻഡ് പ്രീമിയർ. വീഡിയോ എഡിറ്റേഴ്സിനെ സംബന്ധിച്ച് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഡാവിഞ്ചി നമ്മൾ ടെസ്റ്റ് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഡാവിഞ്ചി ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ലാപ്ടോപ്പിൽ നമ്മൾ ഡാവിഞ്ചിയും ടെസ്റ്റ് ചെയ്ത് കമ്പയർ ചെയ്യും. ബഡ്ജറ്റിൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് ആണ് ചെയ്യാൻ പോകുന്നത്. വേർഷൻ 25.5 ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് സ്കോർ എന്ന് നമുക്കൊന്ന് നോക്കാം. മാക്ബുക്കുമായി കമ്പാരിസൺ ഒക്കെ ഇതിനകത്ത് കാണിക്കും. ഇനി മാക്കിൻ്റെ അടിമകളൊക്കെ എന്നെ ഇടിക്കുന്നുണ്ടോ എന്ന് അന്ന് അറിയാൻ പറ്റത്തില്ല, എങ്കിലും നമുക്കൊന്ന് നോക്കാം. ആഫ്റ്റർ എഫക്ട്സിൻ്റെ സ്കോർ നമുക്ക് കിട്ടിയിരിക്കുകയാണ് 13,482. എനിക്ക് തോന്നുന്നു ഒരു വലിയ സ്കോർ തന്നെയാണ്, സെഗ്മെന്റിൽ ഒരു വലിയ സ്കോർ തന്നെയാണ്. നമുക്ക് നോക്കാം. പ്രോസസർ Ryzen 9 വിത്ത് RTX 5070 Ti, നമ്മുടെ ലാപ്ടോപ്പ് തന്നെയാണ്, സ്ക്രീൻഷോട്ട് ഒന്നും അല്ല ഇത്. ആപ്പിൾ മാക്ബുക്ക് പ്രോ M3 മാക്സിന് കിട്ടിയിരിക്കുന്നത് വെറും 8324 ആഫ്റ്റർ എഫക്ട്സ് വർക്ക് ചെയ്യുമ്പോൾ. നമ്മുടെ ലാപ്ടോപ്പിന് കിട്ടിയിരിക്കുന്നത് 13,482. തൊട്ട് മുകളിൽ അൾട്രാ 7 275HX വിത്ത് RTX 1590 14,116 കിട്ടിയിരിക്കുന്നത്. 1590 വരുന്ന ഒരു ലാപ്ടോപ്പിന് കിട്ടിയിരിക്കുന്ന സ്കോർ. ഇനി Ryzen 9 9950X 3D വിത്ത് RTX 5080 15,859. സോ ഈ ഒരു കോൺഫിഗറേഷൻ ഈ ഒരു പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഒരു പെർഫോമൻസ് തന്നെയാണ് ഡെലിവർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ലൈവായിട്ട് കണ്ടു. ഇതിനകത്ത് മായമോ മന്ത്രമോ ഒന്നുമില്ല. M3 മാക്സ് എവിടെ കിടക്കുന്നു, നമ്മുടെ ലാപ്ടോപ്പ് എവിടെ കിടക്കുന്നു. സോ പെർഫോമൻസ് നിങ്ങൾ ലൈവായിട്ട് കാണുകയും ചെയ്തു. ഇനി നമുക്ക് പ്രീമിയർ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. പ്രീമിയറിൻ്റെ പെർഫോമൻസ് എത്രത്തോളം കിട്ടുമെന്നുള്ളത്. പ്രീമിയറിൻ്റെ ടെസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ടൈം ടേക്കൺ 3 minutes ആണ് കേട്ടോ. ആഫ്റ്റർ എഫക്ട്സിൻ്റെ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ജസ്റ്റ് 3 minutes മാത്രമേ എടുത്തിട്ടുള്ളൂ. പ്രീമിയർ പ്രോയും 2025 തന്നെയാണ് ഇട്ടിരിക്കുന്നത്. സോ അത് എത്രത്തോളം സ്കോറുണ്ട്, ബാക്കി നമുക്ക് കമ്പാരിസൺ ഇതിൽ തന്നെ ചെയ്യാം. വളരെ ഈസിയാണ്. ബഡ്ജറ്റ് തന്നെ അത് ലൈവായിട്ട് കമ്പയർ ചെയ്ത് കാണിച്ചും തരും. പ്രീമിയറിൻ്റെ സ്കോർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 11,991, 12,000-ന് 9 പോയിന്റ് കുറവാണ്. നമുക്കത് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആപ്പിൾ മാക്ബുക്ക് പ്രോ M4 മാക്സ് 12,600 സ്കോർ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ സ്കോർ 11,991 അല്ലെങ്കിൽ 12,000 എന്ന് കൂട്ടിക്കോ. ഇനി ഇതിന് മുകളിലുള്ളത് 5090 വരുന്ന അൾട്രാ 9 ആണ്. 13,753 സ്കോർ കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാം കപ്പാസിറ്റി ഭയങ്കരമായി ഡിപ്പെൻഡ് ചെയ്യും. M4 മാക്സ് ഒക്കെ എനിക്ക് തോന്നുന്നു മിനിമം 36 GB റാം വരുന്നത്. ചിലപ്പോൾ ആ ഒരു ലാപ്ടോപ്പ് മുകളിലുള്ള 5090 64 GB റാം ആയിരിക്കും. റാം കപ്പാസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ സ്കോർ കൂടും. എങ്കിലും 32 GB റാം വെച്ചിട്ട് 5070 Tiയിൽ കിട്ടാവുന്ന ഏറ്റവും മാക്സിമം ഒരു സ്കോറാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. സോ വീഡിയോ എഡിറ്റേഴ്സിന് ധൈര്യമായി പ്രിഫർ ചെയ്യാം. കളർ ആക്യുറസിയും പക്കയാണ്. കളർ ഗ്രേഡ് ചെയ്യുന്നവർക്കും ഈ ഒരു ഡിസ്പ്ലേ പക്കയായിട്ട് പ്രിഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഡാവിഞ്ചിയാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഡാവിഞ്ചിയുടെ സ്കോർ കൂടെ നമുക്ക് നോക്കാം. ഡാവിഞ്ചി വേർഷൻ 19.1 നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ടെസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഡാവിഞ്ചി കുറച്ച് ഹെവിയാണെന്ന് നിങ്ങൾക്കറിയാം. എത്ര റാം ഇട്ടാലും ഡാവിഞ്ചിക്ക് മതിയാവില്ല. 32 GB റാമിലൊക്കെ അത് ഓടുന്നത് തന്നെ വലിയ കാര്യമാണ്. എങ്കിലും നമുക്കൊന്ന് സ്കോർ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഏതുമായിട്ടാണ് കമ്പാരിസൺ വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ ബേസിക് സ്കോർ 10,061, ഓവറോൾ സ്കോർ നമുക്ക് 8,880. നമുക്കിതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ M3 മാക്സിന് കിട്ടിയിരിക്കുന്നത് 10,581 അവിടെ പോലും നമ്മൾ M3 മാക്സിൻ്റെ ക്ലോസ് ആയിട്ടൊരു സ്കോർ ഡാവിഞ്ചിയിൽ കിട്ടിയിട്ടുണ്ട്.
അതും എനിക്ക് തോന്നുന്നു 36GB റാമിൻ്റെ വേരിയൻ്റ് ആണ്. അതിൽ നമുക്ക് 32GB റാമാണ്. Ryzen 9 9950X വിത്ത് RTX 4090 10,500 ആണ്. അപ്പം ആ 4090 പ്ലസ് M3 Max ഓൾമോസ്റ്റ് നമ്മളും ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി 14th ജനറേഷൻ HX വിത്ത് 4090 ലാപ്ടോപ്പിൻ്റെ അവസ്ഥ നിങ്ങൾ കാണണം. 8438. ഈ 14th ജനറേഷൻ 13th ജനറേഷനൊക്കെ മേടിക്കുന്നവനെ മുക്കാലി കെട്ടി അടിക്കണമെന്ന് എപ്പോഴും ഞാൻ പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. പെർഫോമൻസ് കിട്ടത്തില്ല. അപ്പം അത് ഇന്ന് രാവിലെയും ഒരു പയ്യൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ഞാൻ 14th ജനറേഷൻ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു, ഞാൻ ഉദ്ദേശിച്ച അത്ര പെർഫോമൻസ് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു അതിന് അത്രയും പെർഫോമൻസേ കിട്ടത്തുള്ളൂ. സോ നിങ്ങൾ ലൈവായിട്ട് കാണാൻ പറ്റും. ഇതൊക്കെയാണ് സംഭവങ്ങളുള്ളത്. ഡാവിഞ്ചിയിൽ പോലും നമുക്ക് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബെഞ്ച് മാർക്ക് സ്കോർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാപ്ടോപ്പിനെ നോക്കാനുള്ളത് ടിയർ ഡൗൺ ആണ്. എക്സ്പാൻഷൻ സ്ലോട്ടുകൾ, അത് ഞാൻ പറഞ്ഞു 2 SSD സ്ലോട്ടുകളാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇതിനെ കുത്തിപ്പൊളിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. 7 ഹീറ്റ് സിങ്ക് പൈപ്പുകൾ വരുന്നുണ്ട്. കൂളർ ബൂസ്റ്റ് 5 എന്ന് പറഞ്ഞ ഒരു മികച്ച തെർമൽ മെക്കാനിസമാണ് ഇതിന് വരുന്നത്. SSD ഉൾപ്പെടെ അവർ സെപ്പറേറ്റ് ഒരു ഹീറ്റ് പൈപ്പ് കൊടുത്തിട്ടുണ്ട്. മെമ്മറി 2 സ്ലോട്ടാണ്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. 96GB എക്സ്പാൻഡ് ചെയ്യാം. ഇതിപ്പോൾ 16GBയുടെ 2 എണ്ണമാണ് കിടക്കുന്നത്. 5600 MHz. ഇന്നത്തെ വിലയ്ക്ക് 20,000 രൂപ ഒരു സ്റ്റിക്കിന് മാത്രമുണ്ട്. അതുകൊണ്ട് 96GBയിലേക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ളവർ കിഡ്നി അതേപോലെ തന്നെ വീടൊക്കെ പണയം വെച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യണം. SSDയും അതുപോലെ തന്നെ ഇതിനകത്ത് 2TBയുടെ സിംഗിളാണ് കിടക്കുന്നത്. ഇനിയും നിങ്ങൾക്കൊരു 2TB മേടിച്ചിടാനായിട്ട് സ്ലോട്ടുണ്ട്. ഇന്നത്തെ വില എനിക്ക് തോന്നുന്നു ഒരു 30,000 രൂപയാവും. സോ അതുകൊണ്ട് അപ്ഗ്രേഡിനെ കുറിച്ചൊന്നും തൽക്കാലം ചിന്തിക്കേണ്ട. അതുകൊണ്ട് ലാപ്ടോപ്പ് വലിച്ച് പൊളിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ലാപ്ടോപ്പിൻ്റെ ഒരു ഇൻറ്റേർണൽ വ്യൂ നമുക്ക് ഒരു എക്സ്റ്റേണൽ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത ഫോട്ടോ ഉണ്ട്. നമുക്ക് അത് വെച്ച് കണ്ട് തൽക്കാലം സംതൃപ്തി അടയാം. ലാപ്ടോപ്പിൻ്റെ ഒരുവിധം ആസ്പെക്റ്റുകൾ, പെർഫോമൻസ് ആൻഡ് തെർമൽ എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്തു. നിങ്ങൾ കണ്ടു എത്ര മികച്ച പെർഫോമൻസ് ആണ് ഈ ഒരു ലാപ്ടോപ്പ് ഡെലിവറി ചെയ്യുന്നതെന്നുള്ളത്. ഇനി നമുക്കിൻ്റെ വാറണ്ടി പറയുകയാണെങ്കിൽ 2 years ഓൺസൈറ്റ് വാറണ്ടിയാണ് ഈ ഒരു ലാപ്ടോപ്പിന് വരുന്നത്. ബാറ്ററി 1 year ആയിരിക്കും. ചാർജറും 1 year ആയിരിക്കും. നിങ്ങൾക്ക് വാറണ്ടി എക്സ്റ്റൻഷൻ പാക്കുകൾ അവൈലബിൾ ആണ്. വാറണ്ടി എക്സ്റ്റൻഷൻ പാക്ക് എനിക്ക് തോന്നുന്നു ഒരു 8,000 റുപ്പീസിനുള്ളിൽ 3 year വാറണ്ടി നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഇത്രയും കോസ്റ്റ്ലി മെഷീൻ വാങ്ങുന്നവർ ഉറപ്പായിട്ടും ആ 3 year വാറണ്ടി എടുത്തിരിക്കണം. അപ്പം പെർഫോമൻസ് വൈസും അതേപോലെ തന്നെ ലുക്ക് വൈസും ബിൽഡ് വൈസും ഒരു എക്സലൻറ്റ് ക്വാളിറ്റി ലാപ്ടോപ്പ് തന്നെയാണ് ഈ MSIയുടെ വെക്ടർ സീരീസ്. സോ ഇനിയും ഇതേപോലുള്ള എന്തെങ്കിലും വെറൈറ്റി ലാപ്ടോപ്പുകൾ കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലോങ് വീഡിയോ ഇടുന്നതായിരിക്കും. കംപ്ലീറ്റ് പെർഫോമൻസ് ആസ്പെക്റ്റും ടെസ്റ്റ് ചെയ്ത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലോ, ഇപ്പോൾ ഇതിൻ്റെ ക്യാമറ പോലുള്ള ഫീച്ചേഴ്സൊക്കെ നമ്മൾ മിക്കവാറും പറയാൻ വിട്ടുപോകും. കാരണം ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ക്യാമറ ഫീച്ചേഴ്സ് ഒന്നും പറയണമെന്നില്ല. പിന്നെ ഇതൊരു ബയോമെട്രിക് എനേബിൾഡ് ക്യാമറയാണ്. നിങ്ങൾക്ക് IR ഫേസ് റെക്കഗ്നീഷൻ എല്ലാം സപ്പോർട്ട് ചെയ്യും. ബയോമെട്രിക് ലോഗിനാണ് നിങ്ങൾക്കിത് സപ്പോർട്ട് ചെയ്യുന്നത്. വിൻഡോസ് എല്ലോ ആണ് എനേബിൾ ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയൊക്കെയുള്ള വളരെ മൈന്യൂട്ട് കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ മിസ് ചെയ്യുന്നത്. കൂടുതൽ പേർക്കും അറിയേണ്ടത് അങ്ങനെയുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫിഗേഴ്സും മാത്രം പറയുന്നത്. സോ പെർഫോമൻസ് വൈസ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് വിചാരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാനുള്ള നമ്പർ, എൻ്റെ സ്റ്റോർ നമ്പറും പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.